ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നെയ്യപ്പം വീട്ടിൽ ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഇതുണ്ടല്ലേ, നല്ല ആരെല്ലാം വീണ പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ആ വീഡിയോ മൊത്തത്തിൽ കണ്ടോക്കുക, എന്നിട്ട് വീട്ടിൽ ട്രൈ ആക്കുക കേട്ടോ. കുട്ടികൾക്കും ട്രൈ ആക്കാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പം റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ 4 മണിക്കൂർ മുന്നേ പച്ചരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് പച്ചരിയാണ് കേട്ടോ, നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 1/2 കിലോ ശർക്കരയാണ്. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് മെൽറ്റാക്കാൻ വെച്ച് കൊടുക്കലാണ്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ലോണം തിളപ്പിച്ച് ശർക്കര മൊത്തത്തിൽ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അരിച്ചെടുക്കണം. അരിച്ചിട്ടില്ലേ നമ്മളൊന്ന് കൈമുക്കിക്കഴിഞ്ഞാൽ ചെറിയ ചൂട് ആ ഒരു രീതിയിൽ വേണം ഇത് നമുക്ക് പച്ചരിയിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പച്ചരിയിലെ വെള്ളം മൊത്തത്തിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂണ് തേങ്ങ, 5 ടേബിൾ സ്പൂണ് ചോറ്, 6-7 ഏലക്ക, ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ചോറിൻ്റെയും തേങ്ങൻ്റെയും അളവൊന്നും കൂടി പോണ്ട. ഇത് കറക്റ്റ് അളവാണ്. 2 കപ്പ് 250 ml കപ്പാണ് കേട്ടോ 1 കപ്പ് വരുന്നത് പച്ചരി. ഇനിയിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ച ആ ഒരു ശർക്കരയില്ലേ, അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം ചൂടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മളൊന്ന് വിരലിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് എന്താ പറയുക, താങ്ങാവുന്ന രീതിയിലുള്ള ഒരു ചൂടുണ്ടാവില്ലേ, അതുമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനിയിപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിതരിപ്പോട് കൂടി വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ അടുത്ത ട്രിപ്പ് അരിയും കൂടി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ തന്നെ മൈദയും കൂടി ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ടില്ലേ ഇതിലേക്ക് ബാക്കിയുള്ള ആ ഒരു ശർക്കരപ്പാനിയില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതും തരിതരിപ്പോടുകൂടി തന്നെ അരച്ചെടുക്കുക. നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. നമ്മളൊന്ന് കൈയോടെ തൊട്ട് നോക്കുമ്പം ചെറിയൊരു തരിതരിപ്പ് ഉള്ള രീതിയിൽ വേണം ഈ നെയ്യപ്പത്തിന് അരച്ചെടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. മൈദയും കൂടി ചേർത്തതല്ലേ, രണ്ടും കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്കില്ലേ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് കട്ടാക്കിയ തേങ്ങ കൊത്തിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ വറുത്തെടുക്കുക. ഇനിയിപ്പം ഇത് ഗോൾഡൻ കളറായിട്ട് വന്നതിനാലേ ഇതിലേക്ക് നമുക്ക് കറുത്തെള്ളുണ്ടാവില്ലേ അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കറുത്തെള്ള ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. തീ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എള്ള് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം തേങ്ങാക്കൊത്തൊന്ന് ഗോൾഡൻ കളറായിട്ട് വന്നതിനാൽ തീ ഓഫ് ചെയ്തിട്ട് വേണം എള്ള് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതാ ഇത് എന്താ പറയുക ഈ ഒരു പച്ചരിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഈ തേങ്ങാക്കൊത്തെല്ലാം എന്തായാലും ചേർത്ത് കൊടുക്കുക. നെയ്യപ്പം കഴിക്കാൻ വേണ്ടിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. കറക്റ്റ് ഈ ഒരു പാകത്തിന് വേണ്ട എന്താ പറയുക ഈ ഒരു ലൂസിൽ വേണം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാകാൻ വേണ്ടിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ശർക്കര മെൽറ്റാക്കാൻ വെച്ചത്. അപ്പം നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗത്തും മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഡയറക്റ്റ് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന ഓയിലിൽ ഓരോരോ തവി മാവായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിക്ക്. പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നിലെ എൻ്റെ ഈ പാത്രത്തിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടിയിലൊന്ന് ഇളക്കി കൊടുത്തതാണ്. നിങ്ങൾ ചെയ്യുമ്പം പ്രശ്നമില്ല, ഇതെൻ്റെ പാത്രത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ ഒരു ചട്ടി ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് പൊങ്ങി വരും. എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ എണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അടിഭാഗം കുക്കായ ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി കുക്കാക്കി എടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. വീട്ടിലെല്ലാം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്ക് ഉണ്ടാക്കി കൊടുത്തതിനാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. വീട് മൊത്തത്തിൽ അടിപൊളി സ്മെല്ലായിരിക്കും. ഞാനിതാ വീണ്ടും തീയൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക.
അപ്പം മീഡിയം ഫ്ലെയിമിൽ ഈ നെയ്യപ്പെല്ലാം ചുട്ടെടുക്കുമ്പം ഫ്ലെയിം ഒന്ന് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ്. എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ആക്കി നോക്കുക. 2 കപ്പ് പച്ചരിക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ, 5 ടേബിൾ സ്പൂൺ ചോറ്, 5 ടേബിൾ സ്പൂൺ തന്നെ മൈദ. ഇതെല്ലാം കറക്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം മാവ് ഒഴിച്ചു കൊടുത്തു. പിന്നെ പെട്ടെന്ന് പൊങ്ങി വന്നേരം തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് അടിഭാഗം ഒന്ന് നല്ലോണം കുക്കാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗവും കൂടി കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിലെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഞാനിതിൽ തിന്നുകൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കുന്ന കാര്യം. അത്രയും ടേസ്റ്റി അല്ലേ. നെയ്യപ്പം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ ഒരു മഴയത്ത് നല്ല ചൂട് കട്ടനോടൊപ്പം നെയ്യപ്പം പിന്നെ ചെറിയ പഴയെല്ലാം കഴിക്കാൻ വേണ്ടിക്ക് അടിപൊളിയല്ലേ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. കുട്ടികൾക്ക് പോലും ട്രൈ ആക്കാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, പെർഫെക്റ്റ് റെസിപ്പിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ലൊരു നെയ്യിൻ്റെ സ്മെല്ലും എല്ലാമായിട്ട് അടിപൊളിയാണ്. നെയ്യപ്പം തിന്നാൻ മോഹമുള്ള ഒരു കുറുക്കൻ്റെ അങ്ങാനും കഥയില്ലേ, അതാണ് കേട്ടോ എനിക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ ഓർമ്മ വരാം. നല്ല അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതുണ്ടിൽ നല്ല ആരെല്ലാം വീണിട്ട് പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഞാനിത് ഒന്നുകൂടി പൊട്ടിച്ചിട്ട് കാണിക്കാം. അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.